ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രസമാണ്. രസം വളരെ സിമ്പിളായിട്ട് രസത്തിൻ്റെ പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി നല്ല മണമുള്ള രസം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മീൻ, മുട്ട, ഇറച്ചി ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു വലിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ഒരു മൂത്ത മണം വരും. ഈ ഒരു സമയത്ത് നമുക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴുത്ത തക്കാളി ഇല്ലെങ്കിൽ ആ ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളി നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. അടുത്തതായിട്ട് പച്ചമല്ലി ഒരു കൈപ്പിടിയോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തത്. നിങ്ങളുടെ വീട്ടിലിത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചല്പം മല്ലിപ്പൊടി വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി അടുത്തത് ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളകാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഏകദേശം 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്തിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉപയോഗത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിനേക്കാളും കുറച്ച് അല്പം പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അല്പം ചൂട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പേസ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് ഇതിലോട്ടേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി വേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ ഒരു കൈപ്പിടിയോളം ഞാൻ ചെറുതായിട്ട് മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായം ഞാൻ ഒരു വലിയ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പച്ചമല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്, ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ രസത്തിൻ്റെ കറക്റ്റ് ആ സ്മെല്ല് വീട് മുഴുവൻ നിങ്ങൾക്കിത് ആ സ്മെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 മിനിറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൂടി വെക്കാണ്ട് തന്നെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു രസത്തിൻ്റെ ഈ ഒരു വെള്ളം നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് രസം വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഉണക്ക വറ്റൽ മുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഏകദേശം 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ചെറിയൊരു പിടി കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ രസത്തിലോട്ടേക്ക് താളിക്കാം. ഈ ചട്ടിയിലേക്ക് തന്നെ ഞാൻ അരിച്ചു വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള രസം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അതും അല്പം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, ഹാഫ് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വെട്ടിത്തിളയ്ക്കണം. ഒരു 1-2 മിനിറ്റ് വെട്ടിത്തിളച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. മഴക്കാലത്ത് മായം ചേർക്കാത്ത രസം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.